നന്ദേട്ടാ നന്ദേട്ടാ എവിടെ എത്തിപ്പോ? ഞാൻ ദാ വന്നോണ്ടിരിക്കുന്നു. നന്ദേട്ടാ നന്ദേട്ടാ എനിക്ക് വയ്യ നന്ദേട്ടാ. ഞാൻ എന്തേലും കടും കൈ ചെയ്ത് നോക്കിക്കോ. കാത്തു നീ കാര്യം എന്താന്ന് പറ. എന്റെ നന്ദേട്ടാ ഇനി നാട്ടുകാരുടെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എടി അതിന് മാത്രം എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്നോ നന്ദേട്ടാ, നമ്മുടെ ഒരു പ്രൈവറ്റ് വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ട് ഫേസ്ബുക്കിലൂടെ. പ്രൈവറ്റ് വീഡിയോയാ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്റെ നന്ദേട്ടാ, ഒന്ന് വേഗം വാ. ദൈവമേ ടെൻഷനായിട്ട് വയ്യേട്ടാ, നാണക്കേട്. ഞാൻ അതാ വരുന്നേ, നീ ഫോൺ വെച്ചേ. ഇനി എന്താ ഉണ്ടായത്? എനിക്കൊന്നും അറിഞ്ഞൂടെ നന്ദേട്ടാ, നാണം കേട്ട് നമ്മള്. ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ? എനിക്ക് വയ്യ നന്ദേട്ടാ, ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന അകത്തേക്ക് വന്ന നാട്ടുകാർ മുഴുവൻ എല്ലാം അറിഞ്ഞു നമ്മുടെ എല്ലാ കാര്യങ്ങളും. എനിക്ക് അറിയാണ്ട് കാര്യം എന്താണെന്ന് പറ. നന്ദേട്ടാ നമ്മുടെ എല്ലാം നന്നായി കണ്ടെന്ന്. എല്ലാം കണ്ടെന്ന് പറഞ്ഞാ നമ്മുടെ എന്റെ നന്ദേട്ടാ നമ്മുടെ നാട്ടുകാർ മുഴുവൻ കണ്ട് നന്ദേട്ടാ. സംഭവം എന്താന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ നന്ദേട്ടാ, ഒന്ന് വന്നേ ഞാൻ പറയാം. നീ കരച്ചില് അകത്ത് പോയിട്ട് കരയാൻ പാ. കാത്തു നീ കാര്യം എന്താന്ന് പറ. ഓഫീസിൽ ഇരിക്കണ്ടായിരുന്നു എന്നെ വിളിച്ചു വരുത്തിട്ട് വയ്യ വയ്യാന്ന് പറഞ്ഞാ എനിക്ക് പറയാൻ വയ്യ, നാണക്കേടായില്ലേ? നീ എന്താണ് ഈ പറയണത്? ഈ ജീവിതം തകർന്നു അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് പറ. എല്ലാരും കണ്ടില്ലേ? എല്ലാരും കണ്ടു. എല്ലാരും നീ എന്താണ് പറയണത്? നമ്മുടെ എന്ത് വീഡിയോ ആൾക്കാർ കണ്ടെന്നാണ്? എന്ത് പ്രൈവറ്റ് വീഡിയോ? രാവിലെ നടന്നതൊന്നും ഓർമ്മയില്ല ഏട്ടന്? രാവിലെ എന്താണെന്നാ അങ്ങോട്ട് ആലോചിച്ച് നോക്ക്, രാവിലെ എന്താ ഉണ്ടായെന്ന്. രാവിലെ ഉറക്കത്തിന്ന് എനിറ്റു. അപ്പം മൊബൈല് കണ്ടില്ല. മൊബൈല് ചെക്ക അവിടെ മുറ്റത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെടിത്തോട്ട അച്ഛൻ്റെ അമ്മേരെയും കാണിക്കാൻ പോവുകയാണ്. അമ്മ വളർത്തിയതൊക്കെ നോക്കി ഒരു ചെടി പോലും ഉണ്ടായില്ല. ചെടിക്ക് പകരം മരം ഉണ്ടാക്കണം, വാടിയ ചെടികൾ. ഇതാണ് അച്ഛൻ നട്ടേക്കുന്ന പൂ. ഇതാണ് ബട്ടർഫ്ലൈ പോലെയൊക്കെ ഇരിക്കുന്നു. നല്ല കളറുണ്ട്. ബട്ടർഫ്ലൈ ആണ് ഇലയാണ് അറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല, അത്രയും നോക്കി. ഇതിനെ കണ്ട പിന്നെ മുളക് നോക്കിയാണ് അച്ഛൻ നട്ടേക്കണ എല്ലാം ആവും. പിന്നെ അത് തന്നെ റോസാപ്പൂ. ഇതൊരു മനോഹരം തന്നെ. ഇത് എന്തൊരു പൂവാന്തോ. ആ മൊബൈലും പിടിച്ച് ഇപ്പോൾ ഇവിടെ വന്നിക്കാണ്. വെറുതെ അല്ല മൊബൈൽ നോക്കി കാണാത്ത. അമ്പാടി എന്ത് ഇവിടെ പരിപാടി? എന്ത്? ഞാൻ തോട്ടത്തിന്റെ എല്ലാം ഇങ്ങനെ ചുമ്മാ അല്ല, ഞാൻ എണീറ്റപ്പോ മൊബൈൽ നോക്കിയപ്പോ കാണാത്തത് അല്ലേ? എന്ത് പരിപാടി? എന്താണ്? വീഡിയോ എടുപ്പാ? എന്തിനു വീഡിയോ എടുക്കുന്നത്? ഇങ്ങനെ പൂന്തോട്ടത്തിന്റെ ഇതൊക്കെ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടാൻ എനിക്ക് ഭയങ്കര. അയ്യോ, പ്ലേ ബട്ടണാ? പ്ലേ ബട്ടൺ കിട്ടണോ? ആയിക്കോട്ടെ, നടക്കട്ടെ. ഫോൺ താഴെ ഇടരുത്, ചാർജ് തീർക്കരുത്. നീ ഓഫീസിൽ പോകുമ്പോ കൊണ്ടുപോകാനാണ്. അമ്മ അവിടെ? അമ്മ അവിടെ കിടക്കണാ? എണീറ്റില്ലേ? അവിടെ കിടക്കണോടത്തൊന്നും ഇല്ലല്ലോ, നോക്കട്ടെ. ഇതൊക്കെയാണ് അച്ഛൻ്റെ എൻ്റെ ജോലി. അച്ഛൻ്റെ വഴക്കും കിട്ടണം, അമ്മേടെ വഴക്ക് കിട്ടണം. നീ ഒന്ന് അവിടെ ഇരുന്നേ. രാവിലെ അവൻ അവിടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കായിരുന്നു, വീഡിയോ എടുക്കായിരുന്നു. പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യും. അതിനിപ്പോ എന്താ? ചേട്ടാ രാവിലത്തെ വ്ളോഗിന്റെ കാര്യം അല്ല പറയണേ, പിന്നെ അതിന് ശേഷം ഉണ്ടായ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഈ പറയണേ. അതിനുശേഷം ഇപ്പൊ എന്തുണ്ടായിരുന്നു? അതിനുശേഷം ഞാന് നിന്റെ അടുത്ത് അടുക്കളയിലേക്ക് വന്നു. അടുക്കളയിലേക്ക് വന്നു. ഒപ്പം എന്തായി അതങ്ങോട്ട് ആലോചിക്ക്. അപ്പോ കൊള്ളാം കേട്ടോ നിനക്ക്. ഇത് നല്ല മാച്ച്. ഈ ടോപ്പും മാച്ച്, അതിനത്തെ പൊട്ട് വരെ അതിന് മാച്ച് ചെയ്തിട്ടില്ലേ? അതുകൊണ്ടാല് നല്ലൊരു ഐശ്വര്യമുണ്ട്. രാവിലെ തന്നെ കാണുമ്പോ തന്നെ ഇങ്ങനെ ഒരു കണ്ണിനൊരു കുളിർമ. സോപ്പിടല്ലേ? എന്തൊരു സോപ്പിടുന്നു? എനിക്കറിയാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ സൗന്ദര്യം ഇല്ലേ? അതെനിക്കറിയാം, അയാൾക്കാണ് സൗന്ദര്യം ഉണ്ടെന്ന്. പിന്നെന്താണ് സോപ്പിടല്ലേ എന്ന് പറഞ്ഞു? ഞാൻ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ എത്ര സോപ്പിട്ടാലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഒരു സ്നേഹവും ഇല്ലാന്ന്. ഓ പിന്നെ അങ്ങനെ പറയരുത്. സ്നേഹമില്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. അതെ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ ഉള്ളൂ സ്നേഹം. കഴിക്കാൻ കഴിക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നൊന്ന് ശരിക്കൊന്ന് മൈൻഡ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓരോന്നും പറഞ്ഞു വരും. 24 മണിക്കൂർ ഒന്നുകിൽ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നാൽ ഫോണ് നോക്കിക്കൊണ്ടിരിക്കും. രാത്രി ബെഡ്റൂമിൽ വന്നാലും ഫോണ്,
TV കണ്ടാലും ഫോണ്, ബാത്റൂമിൽ പോയവരെ ഫോണ്, ഇതിന് മാത്രം ഫോണിനകത്ത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കയ്യില് ഫോണൊന്നും ഇല്ല. ആ ചെറുക്ക അവിടെ ഫോണും കൊണ്ട് മുറ്റത്തോട് നടക്കുന്നുണ്ട്. എപ്പൊ ഇപ്പഴല്ലേ? അവൻ എങ്ങനെ ഫോൺ എടുക്കാതിരിക്കും? അച്ഛൻ്റെ അല്ലേ മോൻ. കണ്ണ് തെറ്റി ഏതുനേരം ഫോൺ എടുത്ത് നടക്കുന്നത് നിന്റെ അവനാണ്, അമ്പാടിയാണ്, ഞാനൊന്നുമല്ല. നിങ്ങളുടെ സ്വഭാവം ആ കൊച്ചു കാണിക്കുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇവിടെ അടുക്കളയിൽ കയറി വന്നിട്ട് നിന്റെ അടുത്ത് ചെയ്ത തെറ്റെന്താണ്? ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞു. വേറെ എന്താണ് ഇവിടെ പ്രശ്നം? ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണേ. ഇന്നലെ ഏട്ടൻ എന്തിട്ടാ കാണിച്ചേ? ഇന്നലെ എന്തിട്ടായിരുന്നു? ഞാൻ എന്താ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു? വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചേട്ടാ ഓഫീസിൽ പോയിട്ട് നേരത്തെ വരണം, വല്യമ്മേനോടെ പോവേണ്ടിയാണ്, ആ കൊച്ചിന് ഇത് വാങ്ങിക്കൊണ്ട് കൊടുക്കാനും ഡ്രസ്സ് എടുക്കാൻ പോകണം. ചേട്ടാ എപ്പോഴാ വന്നത്? അതിപ്പോ രാത്രി 10 മണി. എടി ഓഫീസിൽ നല്ല 100 കൂട്ടം പ്രശ്നങ്ങളായിരുന്നു. അവിടെ നിന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് വിളിച്ച് സൂപ്രണ്ട് നിക്കാൻ മനുഷ്യനെ സമ്മതിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ചേട്ടന് ഓഫീസ്, ഫോണ്, ബാക്കി കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ പോകും. ജീവിക്കണ്ടേ? നമ്മുടെ കുടുംബം നടക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് വേണ്ട. എന്റെ വീട്ടുകാരുടെ ഒരു ആവശ്യത്തിന് എനിക്ക് പോണ്ടേ? എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സൂപ്രണ്ടിന് ഇന്നലത്തെ വർത്താനം കിട്ടി കഴിഞ്ഞാൽ തലയ്ക്ക് ഒരു ചുറ്റിക്കെടുത്ത് ഒരു കൊട്ടുകൊട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുടുംബന്റെ കുട്ടീന്റെ ഭാര്യ എന്നൊക്കെ ഓർത്തിട്ടാണ് ചെയ്യാത്തത്. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എന്നാ വേണ്ട, വാങ്ങണ്ട, പോണ്ട, തീർന്നല്ലോ കാര്യം. ഇതിപ്പോ ആ കൊച്ചിന് ഒരു ഡ്രസ്സ് മേടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ ഡ്രസ്സ് വാങ്ങിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവ് ആക്കിയിട്ടുണ്ട്. ആര്? ഞാൻ ഇന്നലെ 8 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ 10 മണിക്ക്. ഇന്ന് ഉച്ചയ്ക്കല്ലേ? ഞാൻ ഇന്ന് അമ്പാടി ക്ലാസ് ഉണ്ടാ? അമ്പാടിക്ക് ക്ലാസ് ഒന്നുമില്ല. ക്ലാസ്സിലല്ല. അപ്പൊ നീ ഒന്നും പേടിക്കണ്ട. ഉച്ചയ്ക്ക് ഞാനും നീ അമ്പാടിയും കൂടി പോകുന്നു, ഡ്രസ്സ് വാങ്ങുന്നു, ഐസ്ക്രീം കഴിക്കുന്നു, സിനിമ കാണുന്നു, പോപ്കോൺ മേടിക്കുന്നു. മോനെ ഇതൊക്കെ നടക്കണ കാര്യമല്ലോ ആണ്. സത്യമായിട്ടേ ഞാൻ ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ടുണ്ടെന്ന്. സോപ്പിടല്ലേ? അണ്ടേ, സത്യമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലീവാണ്. സത്യം? ഓ സത്യമായിട്ടും. അടുക്കളയില് രാവിലെ നമ്മൾ 3 പേരും കൂടി ഉച്ചയ്ക്ക് പുറത്തു പോവാം, സിനിമയ്ക്ക് പോവാം, ഐസ്ക്രീം അങ്ങനെ പറഞ്ഞു. അത്രേ ഉണ്ടായുള്ളൂ? എന്റെ ചേട്ടാ, നിങ്ങളുടെ മോൻ എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയോ? അവൻ എന്ത് ചെയ്യുന്നു? അവടെ പറഞ്ഞാലോ? അവടെ അകത്തിരുന്ന് കറിയുണ്ട്, 2 എണ്ണം പറ്റിച്ചു കൊടുത്തു ഞാൻ. നീ എന്തിനാടി നേരം കൊച്ചിനെ പിടിച്ച് തല്ലാൻ നിൽക്കണം? നിന്റെ ചെണ്ടേ അവൻ? കയ്യെ കിട്ടി അപ്പ പോയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പ കൊച്ചിനെ പിടിച്ചടിക്കും. ദേ അളിയൻ വിളിക്കണ്ടല്ലോ. അളിയെന്ന ചാര നിന്റെ ആങ്ങളാ? എടുക്കല്ലേ, അറിഞ്ഞിട്ട് വിളിക്കുന്നതാ. എന്തറിഞ്ഞു നീ പറയുന്നേ? എന്റെ ചേട്ടൻ രാവിലെ അടുക്കളയിൽ വെച്ച് നിങ്ങൾ കാണിച്ചില്ലേ? എന്നെ എല്ലാരും കണ്ടു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം എനിക്ക്? ഇന്നത്തെ ദിവസം എന്താ പ്രത്യേകത? ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, മനസ്സിലായില്ല? സാധാരണ എല്ലാ കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്ന ആളാണല്ലോ നീ. ഞാനും നീ എന്ന് പറയുന്നത് നമ്മൾ 2 പേരും ചേർന്ന് ഒരു 3-ാമതൊരാൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിഞ്ഞ ദിവസമാണ്. മനസ്സിലായില്ല? നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞു വയറ്റിൽ നമ്മുടെ അമ്പാടിക്കുട്ടൻ ഉണ്ടാവാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട്. ഓ ഇന്ന് തന്നെ. ശരിയാ. നിങ്ങൾക്ക് ആ ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? വേറെ ഏത് ഡേറ്റ് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഈ ഡേറ്റ് ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ നിന്നെ കല്യാണം കഴിച്ചത് മറന്നു പോകും, പെണ്ണ് കാണാൻ വന്ന ഡേറ്റ് മറന്നു പോകും, ഇതൊക്കെ ഞാൻ മറന്നു പോകും, നിന്റെ ബർത്ത്ഡേ വരെ മറന്നു പോകും. പക്ഷെ എൻ്റെ കൊച്ചുണ്ടാവാൻ പോകണു, ഞാൻ ആദ്യം അച്ഛനാവാൻ പോകണു എന്ന് അറിഞ്ഞ ദിവസം അതൊരിക്കലും ഞാൻ ഒരിക്കലും മറക്കും. അയ്യോ ശരിയല്ലേ? 7 വർഷം പോയത് പെട്ടെന്നാണല്ലേ? അയ്യോ അതെനിക്ക് ഓർമ്മയുണ്ടാ? സന്തോഷം വന്ന് പറഞ്ഞു. അത് പിന്നെ ആ ദിവസം വന്ന് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, അവിടെ വീഡിയോ എടുക്കുന്നോളൂ, കെട്ടിപ്പിടിക്കുന്നു, പിന്നെ ഉമ്മ തരുന്നു, എനിക്കന്ന് തരുമ്പോ ചിരിക്കണ. അമ്പാടി അപ്പുറത്തല്ലേ, അവിടെ നിക്കട്ട്. അന്ന് പോലെ ഒരു ഉമ്മ എനിക്ക് താ. എനിക്കോ അന്ന് ഞാൻ തന്നു തിരിച്ചു. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? അമ്പാടിക്ക് 7 വയസ്സായി. ഇതുപോലെ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദിവസമാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. അമ്പാടിക്ക് ഒറ്റയ്ക്ക് കളിച്ച് ഭയങ്കര ബോറടിക്കുന്നത്, അതാണ് ഫോണും കൊണ്ട് അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്കിനി അമ്പാടിക്ക് കൂട്ടായിട്ട് വേണം. ഞാൻ ഉമ്മാല ഉച്ചയ്ക്ക് ലീവ് എടുത്തിരിക്കുന്നത്. ഐസ്ക്രീം സിനിമയൊക്കെ പറഞ്ഞത്. ഇന്ന് ഞാൻ ഫോണേ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇന്ന് ബെഡ്റൂമിനകത്ത് ഫോൺ ഉപയോഗിക്കുന്നുള്ള നിന്റെ ചീത്തപ്പേര് ഞാൻ മാറ്റി വയ്ക്കും. ഇന്ന് ഫോണേ ഇല്ല. അപ്പൊ അമ്പാടീനെ നേരത്തെ കൊണ്ട് സിനിമ അടിച്ചു കൊടുത്ത് KFC എന്തെങ്കിലും അടിച്ചു കൊടുത്ത് പിടിച്ചു കൊടുത്ത് ഉറക്കിക്കോണം. മനസ്സിലായല്ലോ? പിന്നെ അടുക്കളയിൽ വെച്ച് കുഞ്ഞുണ്ടാവണതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മള് അതന്നെ അവനെ അത് വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ വ്ലോഗ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. വീഡിയോ എങ്ങനെ? നിങ്ങളുടെ ഫോൺ അവന്റെ കയ്യിലല്ലായിരുന്ന, അത് പോസ്റ്റ് ചെയ്തു, എല്ലാരും കണ്ട് നാണക്കേടായി. ഹലോ ഗൈസ്, നമ്മൾ അമ്മ എന്നെ ബേബി പറഞ്ഞപ്പോ തന്നെ അച്ഛൻ വരച്ച ഫോട്ടോയാണ്. എന്നാലും കൊള്ളൂല. ഇനി അടുത്ത ഫോട്ടോ കാണിച്ചു തരാം.
നോക്കിയേ ഈ ഫോട്ടോ അമ്മയും അച്ഛനും കല്യാണം കഴിച്ചതാണ്. അമ്മേനെ കാട്ടി അച്ഛൻ കൊള്ളാം. നോക്കിയേ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചപ്പോഴാണ് എന്നെ കിട്ടിയത്. ബാക്കി ഫോട്ടോകൾ കാണിച്ചു തരാം. താഴെ ഇറങ്ങിയിട്ട് കാണിച്ചു. ഹലോ ബോയ്സ്, അച്ഛനും അമ്മയും ഉമ്മ വയ്ക്കുന്നത് കണ്ടോ? ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഇപ്പോഴും അമ്മ ഉമ്മ വയ്ക്കുകയാണ് ഗായ്സ്. ഇന്നലെ എനിക്ക് നല്ല വഴിയായി. എന്നാലും അച്ഛനും അമ്മയും വേണ്ട വഴക്ക് പറഞ്ഞാലും അച്ഛനും അമ്മയ്ക്ക് സ്നേഹമാണ് ഗായ്സ്. നോക്കേ ആകെ നടക്കണേ. വീഡിയോ കൊണ്ട് കാണിച്ചു തരാം, കണ്ടു. ഇത് ചെടിയിലത് മോന്റെ അഭ്യാസം. അയ്യയ്യേ, ഇതൊക്കെ ആൾക്കാർ കണ്ടാ? ഇല്ല എടി, നിനക്ക് ഇതൊന്നും ഡിലീറ്റ് ചെയ്തായിരുന്നില്ല അപ്പൊ തന്നെ? എന്റെ ചേട്ടാ, ഇത് അവൻ നിങ്ങളുടെ ഫോണിലല്ലേ എടുത്തത്. അതെന്താ പോസ്റ്റ് ചെയ്തത്? ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? ശരി, മന്നബുദ്ധി. എങ്കിൽ ഇത് കണ്ടെങ്കിൽ നീ അപ്പൊ തന്നെ പറഞ്ഞെങ്കിൽ ഞാൻ ഈ സാധനം അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ? ഒരു 1500 വട്ടം ഞാൻ വിളിച്ചു. ഫോൺ ഓഫ് ഓഫ് ഓഫ്. കഷ്ടം നോക്ക്. ഞാനത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഫോൺ ഓഫ് ആയിരുന്നു. ഞാൻ അറിഞ്ഞില്ല അത് ഫേസ്ബുക്കിൽ ഇട്ടത്. ഓഫീസിൽ ചെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നീ വിളിച്ച് ഇപ്പൊ കരഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങോട്ട് ഓടി കയറി വന്നത്. ഇനിയിപ്പോ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്തായാലും ഡിലീറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇത് ആരൊക്കെ കണ്ടെന്നറിയാമോ? എത്ര ന്യൂസ് വന്നറിയോ? എല്ലാവരും അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ബന്ധുക്കളും വീട്ടുകാരൊക്കെ അറിഞ്ഞാണോ? ചേട്ടാ, ആദ്യം വിളിച്ചത് എന്റെ അമ്മയാണ്. കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്റെയും വൈഫിന്റെയും ദൃശ്യങ്ങൾ പുറത്തെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടു. ഉത്രേ എല്ലാരും കണ്ട്. എനിക്കറിയില്ല, പോയി നോക്ക്. ഓ, എത്തിയാ? നാണക്കേടായില്ലോക്കെ. എന്തിട്ട്? ഓ, അപ്പൊ നീയും കണ്ട്? ഞാൻ മാത്രല്ല, നാട്ടുകാർ മൊത്തം കണ്ടു. നിന്റെ അടുക്കളയിലെ ലീലാവിലാസങ്ങള്. ഓ, പിന്നെ എന്തോന്ന് ലീലാവിലാസം? നിനക്കിതൊക്കെ റൂം അടച്ചിട്ട് അതിന്റെ ഉള്ളിൽ ആയിക്കോട്ടെ. അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എൻ്റെ വായിൽ വല്ല വല്ലതും പറഞ്ഞിട്ടല്ലേ ഞാൻ. അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കണം. അവളവിടെ അകത്ത് കിടന്ന് കരച്ചിലും ബഹളായിട്ട്. എടാ, ഞാനും എൻ്റെ ഭാര്യയും കൂടി എൻ്റെ സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ വെച്ചാൽ നാട്ടുകാർക്ക് എന്താ കുഴപ്പം? ഇത് ആകാശം ഇടിഞ്ഞു വീഴും. ഇതൊക്കെ എല്ലാവരും ലോകത്ത് ചെയ്യണത് തന്നെയല്ലേ? എൻ്റെ ഭാര്യനല്ലേ? അതെല്ലാരും ചെയ്യണത് തന്നെയാ. പക്ഷെ നീ മോനെ കൊണ്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ നിന്നിട്ട് അത് ആ കുരുത്തം കട ചെക്കെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന് നമ്മളറിയണ്ടേ? കഷ്ടകാല സമയത്ത് ആ ഫോണിന്റെ ചാർജിങ് കഴിഞ്ഞ് ഓഫീസിൽ വെച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാൻ. അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ കണ്ട്. നാട്ടുകാർ അതിന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ട നീ? എന്തോന്ന് കമന്റ്? അവിടെ നിൽക്കണം, ഇങ്ങോട്ട് പോന്നോ? എല്ലാരും അറിഞ്ഞു. ഇനിയിപ്പോ അവിടെ കാണിച്ചു കിട്ടുന്ന കാര്യം നീ നോക്കി. നീ ഒരു കമന്റ് നോക്കി. ഇതിൽ എഴുതേക്കണത് മകന്റെ മുന്നിൽ വെച്ച് അച്ഛന്റെ ലീലാവിലാസം. അയ്യോ, ഓരോരോ കമന്റ് നോക്കി. ഓ, ഒരു കൊച്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ഒരു പ്രത്യേക തരം അച്ഛൻ്റെ ഇതൊക്കെ ഇങ്ങനെ വായിക്കുക. അതിപ്പോ ഈ ഓൺലൈൻകാര് അവരുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഓരോരോ തോന്നിയ വാർത്തകൾ എഴുതി വിടും. എഴുതി വിടുന്നല്ല, വിട്ടു. ഇത് നോക്ക്, അച്ഛൻ്റെയും അമ്മയുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി മകൻ പുറത്തു വിട്ടു. സ്വകാര്യ എന്നൊക്കെ പറയാൻ ചേട്ടാ, ഓൺലൈനിൽ പറഞ്ഞ വാർത്തകൾ വേറെ അല്ലേ? അത് പോട്ടെ, ഇത് നോക്കി. നീ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എല്ലാരും നോക്കില്ലേ? ഞൊട്ടും. ഇതൊക്കെ ഓൺലൈൻകാരെ സ്ഥിരം പരിപാടി. അതിൽ വലിയ സംഭവമൊന്നും ഇല്ല. അത് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടും. അത് അവര് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ചെയ്താലും ഒരു കുഴപ്പമില്ലല്ലേ? നീ ഇതിൽ വരുന്ന ന്യൂസിലെ പ്രശ്നമല്ലേ? പറഞ്ഞിട്ട് പറഞ്ഞ മാറി കേട്ടോ. എനിക്ക് ചേട്ടനെ ഫേസ് നിങ്ങൾ എന്താന്ന് വെച്ചാ പറഞ്ഞു. അയാളെ ഇത് പറയാൻ നാട്ടുകാരെ എത്തിക്കണ്ടേ? കാത്തു ഒന്നും ചെയ്യരുത്. ഇവർക്ക് ചെറിയ കൈ നോക്കാൻ പറ്റിയതാ. നീ മിണ്ടരുത്. നീ എന്തിനാ അവിടെ കിടന്ന് കറങ്ങണത്? ഇവിടെ ആരില്ല. അല്ല, ഞാനേ ഇവിടെ എന്റെ സഹോദരടെ സഹോദരി മോനോടെ കാത്തു കാത്തേ എന്റെ അളിയനെ എനിക്ക്
തീർത്താ തീരാത്ത കടപ്പാടുണ്ട് സ്നേഹവും ഉണ്ടറിയാം. സ്നേഹോ നീ എന്തിനാ എപ്പോഴും നോക്കിയാലും ഇവിടെ കിടന്ന് കറങ്ങണ? അങ്ങോട്ട് മാറി ഇവിടെ. പോയി ഇങ്ങോട്ട്. ചേട്ടാ അതെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അളിയൻ വീഡിയോ കണ്ടിട്ട് തന്നെ അല്ലേ? കണ്ടു. പക്ഷെ അളി ഇങ്ങനെയല്ലേ വേണ്ടത്? കുടുംബമായാൽ ഇങ്ങനെയല്ലേ വേണ്ടത്? ഭാര്യയും ഭർത്താവായി ഇങ്ങനെയല്ലേ സ്നേഹിക്കേണ്ടത്? എന്റെ പൊന്നളിയാ, സത്യം പറയാനല്ല, നിങ്ങൾക്ക് എന്റെ പെങ്ങടുത്ത് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ, നിനക്കും അതുപോലെ തന്നെടി. എന്ത് രസമായിരുന്നു ആ കുട്ടിയെ കാണാൻ. അല്ല അളിയ എന്താ വെച്ചാല് ഞങ്ങളിപ്പോ അത് മനഃപൂർവ്വം ചെയ്തല്ല. ഈ നമ്മുടെ ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്ത് ശാമ്പാടി അതിർത്തി വീഡിയോ ഇടും സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല ചേട്ടാ. ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണം. ആദ്യം കുറച്ച് ദേഷ്യമൊക്കെ തോന്നി, അപ്പോഴാണ് ആ പ്രാന്തന്റെ വീഡിയോ വൈറലാകും. ഏത് പ്രാന്തൻ? നീ പോയില്ലേ ഇതുവരെ? എടാ പ്രാന്തനല്ലടാ, പ്രാന്തനെ ചികിത്സിക്കുന്ന ഡോക്ടർ അനന്തപത്മനാഭൻ ഡോക്ടർ ഇല്ലേ? ഓ, സൈക്കാട്രിസ്റ്റ്. അങ്ങേരെ വീഡിയോ കണ്ടത് എനിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടായ കണ്ണ് തുറക്കാൻ തോന്നിയത് അപ്പോഴാണ്. എന്ത് വീഡിയോ അത്? അളി കണ്ടില്ലേ ഇത്രയും വൈറലായിട്ട്? എന്തോന്ന് വൈറലായ വീഡിയോ വൈറലായി തന്നെയാണ്. മൊബൈൽ വെച്ചില്ല, പോക്കറ്റില്ല. നിങ്ങളൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവണ്ടേ? അപ്ഡേറ്റഡ് ആവണ്ടേ? ഉമ്മാക്കിയല്ല വേറെ. സദാചാരവാദികളെന്ന് പറയുന്ന പലരും ആ കുട്ടിയിട്ട വീഡിയോയ്ക്ക് കീഴിൽ മോശം കമൻറ്റുകൾ ഇടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വന്തം അച്ഛനും അമ്മയും സ്നേഹിക്കുന്നതിൻ്റെ വീഡിയോ സ്വന്തം മകനിടുന്നതിൽ മക്കളിടുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നത് പല കുട്ടികളും കാണാറുണ്ട്, അത് കണ്ട് ഭയക്കാറുണ്ട്. എന്നാൽ ഇതേ മാതാപിതാക്കൾ അല്പസമയത്തിന് ശേഷം സ്നേഹിക്കുന്നുണ്ടാവാം, അത് കുട്ടികൾ കാണാറില്ല. വിദേശ രാജ്യങ്ങളിൽ ഇതേ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതും ചുംബിക്കുന്നതും അവിടുത്തെ കുട്ടികൾ കാണാറുണ്ട്. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളതെന്ന് ആ ബോധം കുട്ടികൾക്കുണ്ടാകണം. നന്ദനും ഭാര്യയും ഇനി സ്നേഹിക്കട്ടെ. ആ കുഞ്ഞ് കാണിച്ച ചെറിയൊരു തെറ്റിനെ നമ്മൾ എന്തിനവരെ പഴിക്കണം? കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റാട്ടോ. ഞാൻ വന്ന നേരത്തോട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പ്രാന്തന്റെ ഡോക്ടർ കമന്റ് ഇട്ടോണ്ട് അല്ല, സോറി, പത്മനാഭൻ ഡോക്ടർ കമന്റ് ഇട്ടതിന് ശേഷമാണ്, വീഡിയോ ഇട്ടതിന് ശേഷമാണ് ആൾക്കാർ നല്ല നല്ല കമന്റുകൾ ഇടാൻ തുടങ്ങിയത്. നമ്മുടെ വീഡിയോയുടെ അടിയില്ല. ഓ, അതുമല്ല, അളിയന്റെയും പെങ്ങളെ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലല്ലേ? ആൾക്കാർക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന അളിയന്റെ ഇന്റർവ്യൂ ആണോ എന്ന് പറഞ്ഞിട്ട്. അവര് വിളിച്ചിട്ട് കിട്ടില്ല, നാളെ എന്താ ഫോൺ എടുക്കാത്ത? ഞാൻ എന്താന്ന് വെച്ചാലേ ഈ അളിയാ, ഹായ് ബ്രോ, ഞാൻ ഫോട്ടോ എടുക്കാം ബ്രോ. ആരെ ഫോട്ടോ? മാമന്റെ വീഡിയോ എടുക്കണ്ട, മാമന്റെ വീഡിയോ എടുക്കണ്ട മക്കളെ. ഞാൻ കുറച്ച് ദിവസം കൂടെ ജീവിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, യവനാണ് നിങ്ങളുടെ രാശി. വീഡിയോ എടുത്തോണ്ടാണല്ലോ നിങ്ങൾ ഫേമസ് ആയത്. പിന്നെ നമുക്ക് തറക്കണം കേട്ടാ. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോ എടുക്കണേ. മാമന്റെ വീഡിയോ തന്നെ അല്ല, മാമന്റെ വീഡിയോ വേണ്ട. ഇനി എന്തായാലും നീ എപ്പോഴും പറയുന്ന ഒരു പരാതി ഉണ്ടല്ലോ, എന്ത് ബെഡ്റൂമിൽ എപ്പോ വന്നാലും ഈ ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്റെ ജീവനുള്ളിടത്തോളം കാലം ബെഡ്റൂമിനകത്ത് ഞാൻ ഫോൺ ഉപയോഗിക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓരോ കുരിപ്പുണ്ടെങ്കിൽ.